ഹലോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സീറോ ടു ഇൻഫിനിറ്റി പ്രോഗ്രാം ആദ്യ കാൽവെപ്പുകൾ വെച്ച് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളോട് നമ്മൾ വാക്ക് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഹാക്കിങ്ങിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനും മനസ്സാറൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ, ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് നിങ്ങൾ ആക്ച്വലി സബ്ജക്റ്റ് പഠിക്കാൻ വന്നാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഇടുന്നത് വരെയുള്ള ലെവലിലേക്ക് ചിന്തിക്കുന്ന ലെവലിലേക്കാണ് ആദ്യം തന്നെ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ ഒരു നമ്മുടെ യേശുക്രിസ്തു ആദ്യമായിട്ട് ശിഷ്യന്മാരെ തപ്പി പോകുന്ന ഒരു രംഗമുണ്ട് ബൈബിളിൽ. അപ്പൊ അവിടെ യേശുക്രിസ്തു ഈ മീനെ പിടിച്ചോണ്ടിരിക്കുന്ന മുക്കുവരുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ മീനെയല്ല ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, എൻ്റെ കൂടെ വരുമെന്നാണ് ആദ്യം പറയുന്ന ഒരു ഓഫർ. അതുപോലെയാണ് നിങ്ങളെ മിയർലി ബിടെക് സബ്ജക്ട്സ് മാത്രമല്ല, ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രെയിം ചെയ്യുന്ന ലെവലിലേക്കും, അല്ലെങ്കിൽ ആ ഒരു അല്ലെ അധ്യാപകർ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള ലെവൽ, അല്ലെങ്കിൽ ഗവേഷണം നടത്തുന്നവർ എങ്ങനെ ചിന്തിക്കുന്നുള്ള ലെവലിലേക്ക് അവരെ എത്തിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കോഴ്സാണ് നമ്മൾ സ്ട്രാറ്റജൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ വലിയ മുഖവരൊന്നും ഇല്ലാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. മനസ്സാറിന്റെ ഇരിപ്പുണ്ടല്ലേ, സാറിന്റെ നമ്മുടെ പ്രാഞ്ചേട്ടൻ സിനിമയിൽ മമ്മൂട്ടി ഇപ്പൊ പത്മശ്രീ കിട്ടുമെന്ന് ഇപ്പൊ അനൗൺസ് ചെയ്യുന്ന വിചാരിച്ചുള്ള ഇരിപ്പാണ്. പക്ഷെ ഒന്നുമില്ല, ഒന്നും നടക്കത്തില്ല. സാറിനെ പൊക്കി അടിക്കുന്നൊക്കെ വിചാരിച്ചാണ് സാർ ഇരിക്കുന്നത്. പക്ഷെ ഒന്നും ഉണ്ടാവില്ല. കാരണം സാർ ഹമാര ഫാമിലി ഹമാര ബച്ച, എല്ലാവർക്കും നമ്മളെയൊക്കെ അറിയാം. അപ്പൊ സാർ ഇത് മനസ്സാർ സി കഴിഞ്ഞിട്ട് ഇഒ, അത് സി കഴിഞ്ഞിട്ട് ഐഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഫ് ഇന്നോവേഷൻ ഓഫീസർ. ഇത് നമ്മുടെ സിഇഒ മനസ്സാർ. അപ്പൊ ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ഇവരൊക്കെ വളരെയധികം നമ്മൾ അടുത്ത് പരിചയപ്പെടുകയും സൗഹൃദം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ കുടുംബം തന്നെയായിട്ട് നമ്മൾ മാറുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരുപാട് മുഖവരുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ എല്ലാവരും എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങൾ മുന്നോട്ടുള്ള ദിവസങ്ങൾ അധികം ലേറ്റ് ആവാതിരിക്കുക. നമ്മൾ സമയത്ത് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമ്മളൊരു ചെറിയ ഡിലേ വന്നു. അപ്പോൾ ഇനിയും ഇതൊരു സീരീസ് ആണ്. ഓരോരോ ദിവസങ്ങൾ കഴിയുന്തോറും നിങ്ങൾക്ക് ഓരോരോ സബ്ജക്ട്സ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ പൂർണ്ണ സീരിയസ്നെസ്സോട് കൂടി തന്നെ നമ്മൾ ഒരു നല്ല റിസർച്ചിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പറഞ്ഞു തരിക എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത്. അപ്പോൾ ഞാൻ രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നല്ലൊരു സെഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഹരി നമ്മുടെ ബാംഗ്ലൂരിലെ എം സിഗ്മയുടെ IT കമ്പനിയുടെ അവിടുത്തെ ഡെവലപ്പർ കൂടിയാണ്, ഇവിടുത്തെ ചീഫ് ഇന്നോവേഷൻ ഓഫീസറുമാണ്. അപ്പോൾ ഹരിയുടെ അറിവും എക്സ്പീരിയൻസും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. ഞാൻ സെഷൻ കൈമാറുകയാണ്. ഹായ്. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, ആദ്യമേ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന ഒരു സെഷൻ വെക്കുന്നതെന്ന്. സത്യത്തിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൊരു ഫുൾ ഐഡിയ വേണം. ഇതാണ് ശരിക്കും +2 പഠനത്തിൽ നിന്ന് എൻജിനീയറിങ്ങിലേക്കുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, +2ലെല്ലാം നമുക്കറിയാം ഒരു 10-15 ചാപ്റ്റർ ഉണ്ട്. ഒരു 6 ചാപ്റ്റർ ഓണപ്പരീക്ഷ, പിന്നെ ഒരു 12 ചാപ്റ്റർ വരെ ക്രിസ്മസിന്, പിന്നെ എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു ആനുവൽ എക്സാം. ചാപ്റ്റർ വൈസ് ആയിട്ടാണ് പഠിക്കുന്നത്. ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു. എല്ലാത്തിനും A+ഓ Aയോ മേടിച്ചൊരു ഫുൾ മാർക്ക്. ശരിക്കും എൻജിനീയറിങ്ങിൽ അങ്ങനെയല്ല. സബ്ജക്റ്റുകൾ തമ്മിൽ ഓരോ സബ്ജക്റ്റിൻ്റെ ഇടയിലും എന്തുണ്ടെന്ന് അറിയാമോ, ഈ ക്രെഡിറ്റ് സ്കോർ വെച്ചിട്ടുണ്ട്. ചില സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചില സബ്ജക്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതുപോലെ തന്നെ അപ്പോൾ സബ്ജക്റ്റുകൾക്കിടയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഇനി ഒരു സബ്ജക്റ്റ് എടുത്താൽ തന്നെ ആ സബ്ജക്റ്റിനുള്ളിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മുടെ +2 പഠിക്കുന്നതല്ല നമ്മൾ ഈ പറയുന്ന എൻജിനീയറിംഗ് പഠിക്കാൻ പോകേണ്ടത്. കുറേ കാര്യങ്ങൾ, ഓക്കെ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂൾ, ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് 4 മൊഡ്യൂൾ അങ്ങ് ഇട്ടേക്കുവാണ്, 4 അങ്ങ് പഠിക്കണം. അങ്ങനല്ല. ആദ്യമേ നമുക്ക് എപ്പോഴും എന്ത് വേണം, ഒരു സ്ട്രാറ്റജി വേണം. അതിനാണ് ശരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഹാക്കിങ്. അല്ലെങ്കിൽ ഇവരെ പോലുള്ള ഇത്രയും ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ IASന് 1ാം റാങ്ക് കിട്ടിയിട്ടുള്ള, അല്ലെ ഗേറ്റിന് സിംഗിൾ ഡിജിറ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ഇത്രയും സാറന്മാർ അനാലിസിസിൽ നിന്ന് ഒരു സബ്ജക്റ്റിനുള്ളിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് അതേപടി നമുക്ക് എടുത്തു തരാൻ പറ്റും. അങ്ങനെ ശരിക്കും നമ്മൾ ആദ്യത്തെ ഒരു അനാലിസിസ് വെച്ചപ്പോഴത്തേന് നമ്മൾ പൈത്തൺ സെലക്ട് ചെയ്ത്, ശരിക്കും കുസാറ്റിലെ ചില ഓട്ടോണോമസ് കോളേജിലെ ആൾക്കാർക്ക് പൈത്തൺ ഇല്ല. എന്നാൽ പോലും നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കണം. കാരണം ഒരു സബ്ജക്റ്റ് പഠിക്കുന്നോട്ട് തന്നെയാണ് എൻജിനീയറിങ്ങിൽ 56 പേപ്പർ നമ്മൾ പഠിക്കേണ്ടത്. ഒരേ സ്ട്രാറ്റജിയാണ് നമ്മൾ എല്ലാ എക്സാമിനും ഉപയോഗിക്കേണ്ടത്. ഇപ്പം സാറ് ശരിക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് ഈ സബ്ജക്റ്റിൻ്റെ ക്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇതിലെങ്ങനെ ക്വസ്റ്റ്യൻ വരാമെന്നുമൊക്കെയുള്ള ഒരു രീതി പറഞ്ഞു തരും. ഇതേ സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ മുന്നോട്ടുള്ള 56 പേപ്പറും പഠിക്കുന്നത്. ഒരു സബ്ജക്റ്റിനുള്ളിൽ എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്, ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. അല്ല, സ്മാർട്ട് സ്റ്റഡി ഉണ്ട്, നമുക്ക് ഓപ്ഷൻസ് ആണ് ക്വസ്റ്റ്യൻസ്. പക്ഷേ വേറെയുണ്ട്, ഈ ഓപ്ഷൻ പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ട്
ചില ഓപ്ഷൻസിൻ്റെ സ്മാർട്ട് വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില പോർഷൻസ് നമ്മൾ പഠിക്കേണ്ടിയേ വരികയില്ല. പക്ഷെ ഒരിക്കലും ഇമ്പോർട്ടൻ്റ് പോർഷൻസിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ വിടുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ആ സബ്ജക്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. മുന്നോട്ട് പോകുമ്പോഴത്തേനുള്ള നിങ്ങളുടെ പ്ലേസ്മെൻറ്റിന്, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഡസ്ട്രി പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടക്കുമ്പോൾ ഇൻ്റർവ്യൂ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആകാം, അല്ലെങ്കിൽ ഗേറ്റ് IAS പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതായത് സബ്ജക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് വരുന്നില്ലെങ്കിൽ പോലും നമ്മൾ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. പിന്നെ എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്, ഈ പൈത്തൺ എന്തുകൊണ്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത്? നോർമലി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു സിലബസ് തരും, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തരും. ഓൾമോസ്റ്റ് നമ്മൾ ഫിസിക്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മറ്റ് സബ്ജക്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സിലബസിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും. അല്ലെ നമ്മളിപ്പോൾ എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് യൂണിവേഴ്സിറ്റി റെഫർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ സിലബസും ആ ടെക്സ്റ്റ് ബുക്കും വെച്ച് പഠിക്കും. നോർമലി ആ ടെക്സ്റ്റ് ബുക്കിന് അവസാനമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും നമ്മുടെ എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷേ പൈത്തണിൻ്റെ നിങ്ങളോട് അതിഭീകരമായ ഒരു വലിയ പ്രശ്നം നിങ്ങളോട് പറയാൻ പോവാണ്. ഇത്തവണ ചിലപ്പം ഈ പറയുന്ന പൈത്തൺ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇൻക്ലൂഡ് ചെയ്തതിലൂടെ K2-ൻ്റെ ഒരു ഫുൾ പാസ് പെർസെൻറ്റേജ് തന്നെ വളരെ കുറയാൻ വേണ്ടി സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാറ് വിശദമായിട്ട് പറഞ്ഞു തരും. ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. സിലബസ് വെച്ചിട്ട് നമ്മൾ കൃത്യമായി പഠിച്ചു പോവുകയാണ്. അപ്പോൾ അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് നോർമലി ചോദിക്കേണ്ടത്. പക്ഷേ പൈത്തണിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതിൽ 70% ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ ലെവലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിങ്ങിൻ്റെ എംപവർമെൻറ്റിൻ്റെ കാര്യമൊക്കെ പറയാൻ തന്നെ കാരണം എഞ്ചിനീയറിങ്ങിൽ വരുന്ന സ്റ്റുഡൻസിൻ്റെ ക്വാളിറ്റി അങ്ങനെയല്ല. നമ്മൾ മൊത്തം ഇത്രയും കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു ചെറിയ സ്ട്രീം മാത്രമാണ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് വരുന്നത്. ബാക്കി ശരിക്കും ഒരുപാട് ആവറേജ് സ്റ്റുഡൻസ് ഉണ്ട്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലബസ് അതേപടി പഠിച്ചുകൊണ്ട് പോയി നിങ്ങളുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി തന്നേക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് യൂണിവേഴ്സിറ്റി എക്സാം ചോദിക്കാൻ പോകുന്നെങ്കിൽ 90% ആൾക്കാരും മറ്റേ നോർമൽ ഭാഷയെ പറഞ്ഞാൽ അടവടലം പൊട്ടും. നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തു നോക്കിയേ. സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ പാടെന്നല്ല പറയുന്നത്, ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലാണ് നിങ്ങൾ എടുത്തു നോക്കുന്നെങ്കിൽ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ അതിനെ എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു തരും. അപ്പോൾ സിംപിളി ക്വസ്റ്റ്യൻ പേപ്പർ ഹാക്കിങ്ങിൽ കൃത്യമായിട്ട് ഇപ്പം 4 മൊഡ്യൂള് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും ക്വസ്റ്റ്യൻ എങ്ങനെ വരുമെന്നും സാർ ഇപ്പോൾ പറഞ്ഞു തരും. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ പറയുന്ന നമ്മളിപ്പം ശരിക്കും മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നോർമലി ക്ലാസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാ മൊഡ്യൂളിൻ്റെ അവസാനം ഞങ്ങളിപ്പോൾ ആഡ് ഓൺ എന്ന് പറയുന്ന ഒരു വീഡിയോ ആഡ് ചെയ്യും. പക്ഷേ അത് ഞങ്ങൾ ഇപ്പോൾ കൊടുക്കില്ല. കാരണം എന്താ, മുഴുവൻ പഠിച്ചതിന് ശേഷം കാര്യം അറിഞ്ഞിട്ട് വേണം അപ്ലൈ ചെയ്യാൻ പോകാൻ. ഞാൻ ഉദ്ദേശം മനസ്സിലായില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ലപോലെ അറിഞ്ഞാൽ മാത്രം ആയുധങ്ങളെല്ലാം റെഡിയായിട്ട് വേണം യുദ്ധം ചെയ്യാൻ പോകാൻ. K2 തന്നെ മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു കാരണമുണ്ട്. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ ഇട്ടാൽ എല്ലാവർക്കും K2-ൻ്റെ പുതിയ സ്കീമിലെ എല്ലാവരും തന്നെ കുറച്ച് ബുദ്ധിമുട്ടും സപ്ലിമെൻ്ററി ആകും. K2-ൻ്റെ പുതിയ സ്കീമിലെ ഫുൾ പാസ് പെർസെൻറ്റേജ് എടുക്കുമ്പോൾ 10% മാറും. 90% ആൾക്കാരും തോക്കും. ആ സാഹചര്യം വിലയിരുത്തി ചിലപ്പം മൊഡ്യൂൾ വൈസിൽ നമ്മുടെ ടെക്സ്റ്റ് പേപ്പറിലേക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് പൈത്തൺ നമ്മൾ ക്രാക്ക് ചെയ്യുന്നത് 2 രീതിയിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ടൊരു യൂണിവേഴ്സിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, പിന്നീട് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും. 2 മോഡൽ. ഈ മോഡൽ നമ്മളല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ ഹാക്കിങ് എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ അതേപടിയാണ്. അത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ലാസ്റ്റ് ആയിരിക്കും തരുന്നത്. ഇപ്പോൾ ശരിക്കും ഈ പൈത്തൺ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള സ്ട്രാറ്റജി ശരിക്കും നല്ല അനാലിസിസിന് ശേഷമാണ് ഇത് വെച്ചേക്കുന്നത്. നിങ്ങൾ ആദ്യമേ പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഓവറോൾ ഐഡിയ എന്താണ് ഞാൻ പഠിക്കുന്നത്, എന്തിനാണ് ഞാൻ പഠിക്കേണ്ടത്, ഏതുവരെയും പഠിക്കണം, ഇത് ഒരു ഐഡിയ കിട്ടിയിട്ട് വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ. എല്ലാ സബ്ജക്റ്റിനും ഇങ്ങനൊരു ഓവറോൾ വ്യൂ കഴിഞ്ഞിട്ടേ നമ്മൾ തുടങ്ങത്തുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് പറയട്ടെ, ഫസ്റ്റ് എല്ലാവർക്കും പറ്റുന്ന പ്രശ്നം ഇതാണ്. +2-ൽ അതേ ഒരു പഠനം ഉണ്ടല്ലോ, നേരെ കേട്ടിട്ട് B.Tech-ൽ ഇംപ്ലിമെൻ്റ് ചെയ്യും. പാടാണ്. നിങ്ങൾ പഠിക്കേണ്ടത്, ഞാൻ ഒരു കാര്യം പറയാം,
ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ 56 പേപ്പറിനും അപ്ലൈ ചെയ്യേണ്ടത്. ടെക്നിക്കുകളും ആ പറയുന്ന കൺസെപ്റ്റുകളും മാത്രം മാറുന്നേ ഉള്ളൂ. സ്റ്റഡി ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രോസസ് വിൽ ബി സെയിം ആയിരിക്കും. ക്ലിയർ അല്ലേ സാറ്? പെട്ടെന്നൊന്ന് എങ്ങനെയാണ് ഈ പൈത്തനെ കുറിച്ചൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരും, എങ്ങനെ പഠിക്കണമെന്നൊന്ന് പറയും. നമ്മുടെ സ്ക്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സാറ് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രാറ്റജി. ബേസിക്കലി മോഡ്യൂൾസ് ഉണ്ട്, 4 മോഡ്യൂൾസ് നമ്മുടെ മുമ്പിലുണ്ട്. ഈ 4 മോഡ്യൂൾസ് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു സ്ട്രാറ്റജി. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് വേർഡ് നമ്മുടെ മനസ്സിൽ വരുന്നതാണ് പ്രയോറിറ്റി. ഒരു പ്രയോറിറ്റി ഓർഡർ നമ്മൾ എല്ലാ മോഡ്യൂളിനകത്തുള്ള എല്ലാ ചാപ്റ്ററുകൾക്കും ഉണ്ടാക്കി വെക്കണം. ആ പ്രയോറിറ്റി ഓർഡറിലായിരിക്കും നമ്മൾ ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം മോഡ്യൂൾ 1. മോഡ്യൂൾ 1 നമുക്ക് മെയിനായിട്ട് 3 ടോപ്പിക്കുകളാണുള്ളത്. പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി, പ്രോബ്ലം സോൾവിങ് പ്രോസസ്, പിന്നെ പൈത്തൺ എസെൻഷ്യൽസ്. ഇത് നിങ്ങൾ കണ്ടു കാണും. ഞാൻ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയും പ്രോസസ്സിലും ഒരു ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഈ 2 ടോപ്പിക്കിൽ നിന്ന് ഒരു ലോ ലെവൽ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാന്നല്ല, വന്നിരിക്കും. ഈ 2 ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ലോ ലെവൽ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി എടുക്കുക. അതിലൊരു മെത്തേഡാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. എല്ലാവർക്കും കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ ഒരു ചോദ്യം വരുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും: നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന എന്ത് പ്രോബ്ലം ഉണ്ട്? ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഞെട്ടിപ്പോയേണ്ട ആവശ്യമില്ല. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്താണെന്ന് നമുക്ക് തിയററ്റിക്കലി നല്ല നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് ചിന്തിക്കാം, ഇൻവേഴ്സ് ചിന്തിക്കാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയാണ് ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ലൈബ്രറിയിൽ പോയി ബുക്ക് എടുക്കുന്ന ഒരു എക്സാമ്പിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിന് വേറൊന്നുമല്ല, ഫസ്റ്റ് സാർ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ട എന്താണ്? നമ്മുടെ ബേസിക് തിയറി ക്ലിയർ ആവണം. ബേസിക് തിയറി ക്ലിയർ ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷനിലോട്ട് പോവാം. അപ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി. ഇനി പ്രോബ്ലം സോൾവിങ് പ്രോസസ്. ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എങ്ങനെ വരാം എന്നൊരു ഉദാഹരണം തരാം. നിങ്ങൾ എല്ലാവരും കോളേജിലും സ്കൂളിലൊക്കെ അസൈൻമെന്റ് ചെയ്യുന്നതല്ലേ? അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും: ഒരു അസൈൻമെന്റ് ഉണ്ട്, നിങ്ങൾക്കൊരു അസൈൻമെന്റ് ഉണ്ട്. ആ അസൈൻമെന്റ് നിങ്ങൾ എങ്ങനെ ഒരു പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിൽ കൂടെ സോൾവ് ചെയ്യും? ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ സ്കൂളിലും കോളേജിലും ചെയ്തു വന്ന പ്രോസസ് ഇത് തന്നെ ആയിരിക്കും. പക്ഷേ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിന്റെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻവേഴ്സ് തിങ്കിങ് വരും. ആ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിൽ കൂടെ എൻ്റെ അസൈൻമെന്റ് സോൾവ് ചെയ്യുന്ന പ്രോസസ്സ് എനിക്ക് 1 by 1 ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഇവിടെ നോക്കിയാൽ ഞാൻ പാർട്ട് എ, പാർട്ട് ബി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാർട്ട് എയിൽ ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, പാർട്ട് എ ആണ് നമ്മളിപ്പോൾ പറയുന്നത്. പാർട്ട് എയിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം ഈ 2 ടോപ്പിക്കിൽ നിന്നും. പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയിൽ നിന്നും പ്രോസസ്സിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതൊരു ലോ ലെവൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ പോലെ. ഓക്കെ, നേരെ നമ്മൾ പാർട്ട് ബിയിൽ പോകുമ്പോൾ അവിടെ നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ് വരും, ചോയ്സ് ക്വസ്റ്റ്യൻസ് വരും, 2 തരം. അവിടെ വരുന്ന ചോയ്സ് ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ 1ഉം 3ഉം. ഒന്ന് ഏതാണ്? അല്ല, ആദ്യമേ സാർ ഒരു കാര്യം പറഞ്ഞത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ശരിക്കും പാർട്ട്, അതായത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും. 3 മാർക്ക് അല്ല 5 മാർക്ക് എന്നുള്ളത് മനസ്സിലായില്ലേ? 3 മാർക്കോ 5 മാർക്കോ അതിപ്പോൾ നോർമലി 3 മാർക്ക് കാണുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിലൊന്ന് കാണിച്ചു തരുവാണ്. ആദ്യമേ പാർട്ട് എ കാണും. പാർട്ട് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 4 മൊഡ്യൂളിലെയും, അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഏത് യൂണിവേഴ്സിറ്റിക്കാണെങ്കിലും പാർട്ട് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ സിലബസിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. പാർട്ട് ബി എന്ന് വെച്ചാൽ എസ് എ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ ആ മൊഡ്യൂളിലെ പാർട്ട് എയിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ കാണും, ഒരു 2 ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ അതിന്റെ എസ് എ ടൈപ്പും കാണും. ഓക്കെ അല്ലേ? പാർട്ട് ബിയിലാണ് നമുക്ക് ഓർ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ, ചോയ്സ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ പാർട്ട് എ നേരത്തെ പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കാണും ആപ്ലിക്കേഷൻ ലെവൽ, വിച്ച് എവിടെ നിന്നായിരിക്കും വരുന്നത്? പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയിൽ നിന്നും പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിൽ നിന്നും. ഈ 2 ടോപ്പിക്കിൽ നിന്ന് വരും. ഓക്കെ, പാർട്ട് എയിൽ. അതേപോലെ പാർട്ട് ബി എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അവിടെ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയിൽ നിന്നോ അതോ പൈത്തണിൽ നിന്നോ വരും. മനസ്സിലായില്ലേ? പൈത്തൺ എസെൻഷ്യൽസിൽ ഏതൊക്കെയാണ് ഹൈലൈറ്റഡ് ടോപ്പിക് എന്ന് വെച്ചാൽ ഈ കിടക്കുന്ന സാധനങ്ങളാണ്: സ്ട്രിങ്സ്, മാത്ത് മോഡ്യൂൾ, ഓപ്പറേറ്റേഴ്സ്. ഈ 3 ആയിരിക്കും ഹൈലൈറ്റഡ് ടോപ്പിക്സ്. ഓക്കെ, കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടുതൽ എടുക്കുന്ന ടോപ്പിക്സ്. അപ്പോൾ ഈ 1ഉം 3ഉം എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയിൽ നിന്നൊരു ചോദ്യം, അതേപോലെ ഓറൽ വരുന്നു, പൈത്തൺ എസെൻഷ്യൽസിൽ നിന്ന് ഈ ടോപ്പിക്കുകളിൽ നിന്ന് ഒരു ചോദ്യം വന്നിരിക്കും. മനസ്സിലായില്ലേ? അതേപോലെ പാർട്ട് ബിയുടെ സെക്കൻഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഉണ്ട് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയിൽ നിന്നൊരു ആപ്ലിക്കേഷൻ ചോദ്യം, രണ്ടാമത് പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിൽ നിന്ന് ആപ്ലിക്കേഷൻ ചോദ്യം. ഇത് 2 വരുന്നത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ നിന്നായിരിക്കും വരുന്നത്. ആ ഒരു രീതിയിലായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്മാർട്ടായിട്ട് ചിന്തിച്ചാൽ
പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി നമ്മൾ നല്ലോണം പഠിക്കുകയാണെങ്കിൽ നമുക്ക് പാർട്ട് ബിയിലെ 2 ഓപ്ഷനും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ടാക്കിൾ ചെയ്യുന്നത് ഈ രീതിയിലാണ്. അതാണ് ഈ സെഷന്റെ ഇമ്പോർട്ടൻസ്. മനസ്സിലായില്ലേ? ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതാണ്. ഈ 1, 3, 1, 2 ഇവിടെ കോമൺ ആരാ? അപ്പൊ നമ്മൾ ആ രീതിയിൽ വേണം നമ്മുടെ സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് മോഡ്യൂൾ 1 മോഡ്യൂൾ 2 പോവാം. ശരി. അപ്പോൾ മോഡ്യൂൾ 1 സാറ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമുക്ക് 3 സെക്ഷൻ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ സെക്ഷനിൽ നിന്നും ഒന്നാമത്തെ സെക്ഷനിൽ നിന്ന് തന്നെ ഒന്നാം സെക്ഷനിൽ നിന്നാണ്. അതായത് ശരിക്ക് ഈ പറയുന്ന മൊഡ്യൂൾ 1 പാർട്ട് എയിൽ ഷോർട്ട് ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ സെക്ഷനിൽ നിന്ന്, അതായത് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയിൽ നിന്ന് എന്തായാലും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ കാണും. ഇനി എസ്ഐയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 നിന്നും 3 നിന്നും ആയിരിക്കും, അല്ലെങ്കിൽ 1 നിന്ന് 2 നിന്നായിരിക്കും. സാറ് പറഞ്ഞിട്ട് സ്മാർട്ടായിട്ട് ചിന്തിച്ച് അപ്പം വളരെ കൃത്യമായിട്ട് ഒന്നെന്ന് പറയുന്ന ഒന്നാമത്തെ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി കട്ടയ്ക്ക് പഠിക്കുക. ഓക്കെ അല്ലേ? സത്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ടോണ്ട് നിങ്ങൾ ഇനി നാളെ മുതൽ ചിലപ്പോൾ വിചാരിക്കരുത് ഇവർ എഞ്ചിനീയറിങ്ങിൻ്റെ എല്ലാ കാര്യം ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞു വെച്ചിട്ട് 2, 3 അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ കോർ സബ്ജക്റ്റ് വരുമ്പോൾ ഏത് മെക്കാനിക്കലോ സിവിലോ കമ്പ്യൂട്ടർ സയൻസിലോ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷൻ യൂണിവേഴ്സിറ്റിക്ക് ചിലപ്പം ഇപ്പം സാറ് പറഞ്ഞിട്ട് മറ്റേ സ്ട്രാറ്റജി പറഞ്ഞില്ലേ പാർട്ട് ബിയിൽ എവിടെയാണ് സ്ട്രാറ്റജി പറഞ്ഞത്? ഏറ്റവും താഴെ നോക്കിയേ 1ഉം 3 എന്നും അല്ലെ 1ഉം 2 എന്നും സാറ് പറയുന്നുണ്ട്. അതിൽ നമുക്ക് മനസ്സിലായി 1 ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എന്ന് പറയുന്നത് നമ്മുടെ കോർ പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഒരിക്കലും നമ്മളത് ഉപേക്ഷിക്കുകയില്ല. പക്ഷേ എക്സാമിന് ഒരാഴ്ച മുമ്പ് ചിലപ്പോൾ നമ്മൾ എന്താണ് ഈ സ്ട്രാറ്റജി നിങ്ങളുടെ പഠനം എപ്പോഴും നോക്കുക. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആപ്പിലൂടെ പഠിക്കുന്നത് എങ്ങനെയാണെന്നും എത്രമാത്രം കവർ ചെയ്തിട്ടുണ്ടെന്നും എക്സാമിന് ഇനി നിങ്ങൾക്ക് എത്ര ദിവസം ഉണ്ടെന്നും ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞല്ലോ ചില ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ അങ്ങനെ തന്നെ ടാക്കിൾ ചെയ്ത് നിന്നിരിക്കും. പക്ഷേ നമ്മുടെ സ്കില്ല് പാരലി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട്, കാരണം ഇന്നത്തെ കാലത്ത് സ്മാർട്ടായിട്ട് ഹാർഡ് വർക്കിനെ കുറിച്ചല്ല, സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ആളെ ലോകത്തിൽ മുന്നിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങളൊരു കാര്യം പറയണം, നിങ്ങൾ എൻജിനീയറിങ് പഠിക്കുന്നതിനകത്തൊരു പഠനത്തിൽ നിങ്ങളൊരു സ്മാർട്ട് വർക്ക് അപ്ലൈ ചെയ്യുവാണ്. ജീവിതത്തിൽ പലയിടത്തും നാളെ നിങ്ങളൊരു ഇൻഡസ്ട്രി ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രോജക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. മൊഡ്യൂളിന് പകരം അവിടെ ഒരു പ്രോജക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അവിടെ ഏറ്റവും സ്മാർട്ടായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ എന്തുള്ളൂ ഈ പറയുന്ന സാലറി ഹൈ. ഈ ഒരു പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്താരീതിയും മാറ്റുന്നതാണ്. ഞാനീ പറഞ്ഞില്ല, എല്ലാവരും പറയില്ല എൻജിനീയറിങ് കഴിഞ്ഞവൻ എല്ലാ ഫീൽഡിലും ഉണ്ട്, അല്ലെ എല്ലായിടത്തും വിജയിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. അവനൊരു 3rd ഇയറിലൊക്കെ ആയി കഴിയുമ്പോൾ അവന് തന്നെ മനസ്സിലാവും ഞാൻ എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജി ഉപയോഗിച്ചില്ലെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടുകയില്ലെന്ന്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ പല നമ്പർ കാണിക്കും. പക്ഷേ ഞാൻ അറിയുമ്പോട്ടെ അത് ലൈഫിൽ ഒരുപാട് ഗുണങ്ങൾ. കാരണം എഞ്ചിനീയറിംഗിൽ പോയവർ എവിടെ ചെന്നാലും രക്ഷപ്പെടുമെന്ന് പറഞ്ഞില്ലേ, ഈ പറയുന്ന സ്ട്രാറ്റജീസാണ്. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്ന സ്മാർട്ട് വർക്ക് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഞാനറിയാൻ പറട്ടെ, യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ തലേന്ന് ചില സമയങ്ങളിൽ ഞങ്ങൾ ലൈവായിട്ട് വന്നിട്ട് നിങ്ങളിത് പഠിച്ചാൽ മതി എന്ന് തന്നെ പറയും. ബിക്കോസ് നിങ്ങളുടെ പെർസെൻറ്റേജ് മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത സെക്കൻഡ് മോഡ്യൂൾ. ഇപ്പോൾ മോഡ്യൂൾ 2 വരുന്നത് 3 മെയിൻ ടോപ്പിക്സ് ആണ്. അൽഗോരിതംസ്, ഫ്ലോ ചാർട്ട്സ്, സ്യൂഡോ കോഡ്സ്. ഈ 3 ടോപ്പിക്കിനും മോഡ്യൂൾ 2 ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ലെവൽ വരുന്നത് ഇവിടെ തന്നെയായിരിക്കും. ലോ ലെവൽ ആപ്ലിക്കേഷൻ എക്സ്പെക്ട് ചെയ്യരുത്. ഇവിടെ കുറച്ച് അഡ്വാൻസ് ലെവൽ ആപ്ലിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ പൊതുവെ ഈ മൊഡ്യൂളിൽ നിന്ന് ടഫ് ചോദിക്കാം. ആപ്ലിക്കേഷൻ ലെവൽ കുറച്ച് കൂടുതൽ ചോദിക്കാം. ഓക്കെ, ഡെപ്തിലോട്ട് പോകും കുറച്ചുകൂടെ. അപ്പോൾ ഈ അൽഗോരിതം, ഫ്ലോ ചാർട്ട്, സ്യൂഡോ കോഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യം മതി 3ലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ എയും ബിയും കൂട്ടാൻ ഒരു ചോദ്യം ഉണ്ടെന്ന് വയ്ക്കുക. ആ ചോദ്യം നമുക്ക് അവിടെ അൽഗോരിതം ഉപയോഗിക്കാം, ഫ്ലോ ചാർട്ട് ഉപയോഗിക്കാം, സ്യൂഡോ കോഡ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം നമ്മൾ അൽഗോരിതത്തിൽ എഴുതാൻ പഠിച്ചാൽ അതേ ലോജിക്ക് തന്നെയാണ് ഫ്ലോ ചാർട്ടിനും സ്യൂഡോ കോഡിനും. എഴുതുന്ന രീതി മാത്രമേ മാറുന്നുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ അൽഗോരിതത്തിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ വേറെ രീതിയിൽ, ഫ്ലോ ചാർട്ടിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ വേറെ രീതിയിലല്ല. ഈ ചാപ്റ്ററിൻ്റെ ഒരു ഗുണം അതാണ്. നമ്മൾ ആ ആപ്ലിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ മതി. ഈ അൽഗോരിതം എഴുതാൻ പഠിച്ചാൽ അതേപോലെ തന്നെ ഫ്ലോ ചാർട്ട് എഴുതാം, അതേപോലെ തന്നെ സ്യൂഡോ കോഡ് എഴുതാം. അതിനൊരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആപ്ലിക്കേഷൻ ലെവൽ എന്നത് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ലെവൽ അവിടെ താഴോട്ട് വരുമ്പോഴത്തേക്കും പാർട്ട് എയിൽ പ്രോബ്ലംസ് ആണ്. പാർട്ട് എയിൽ വരുന്ന നമുക്ക് പ്രോബ്ലംസ്, പാർട്ട് നേരത്തെ പറഞ്ഞതുപോലെ വരും. അതേപോലെ പാർട്ട് ബി എത്തുമ്പോഴത്തേക്ക് എന്താ അവിടെ ആപ്ലിക്കേഷൻ ലെവൽ റിയൽ ലൈഫ് സിനാരിയോസ് ആണ്. ഓക്കെ, അതിലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ഒരു എക്സാമ്പിൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ്റെ ഒരു കോംപ്ലക്സിറ്റി പിടികിട്ടും. പേടിക്കാൻ വേണ്ടിയല്ല, ഒരു ഉദാഹരണം തരുന്നതാണ് കേട്ടോ. ബോൾ ബൗൺസിങ്. ഓക്കെ, ഒരു പ്രത്യേക സിനാരിയോ ആണ് ബോൾ ബൗൺസിങ്. ഒരു സിനാരിയോ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 മീറ്റർ മുകളിൽ നിന്ന് ഒരു ബോൾ താഴോട്ടിട്ടു.
ഈ ബോൾ ട്രാവൽ ചെയ്യുന്ന ദൂരം 10 മീറ്റർ ആണ്. ഓക്കെ, പറയുകയാണ് ഈ ബോൾ താഴെ ഇടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബൗൺസ് റേറ്റ് എന്ന് പറയുന്നത് 0.6 എന്ന് പറയും. എന്താ ബൗൺസ് റേറ്റ് 0.6. അതിനർത്ഥം 10 മീറ്റർ മുകളിൽ നിന്ന് ഈ ബോളിനെ താഴോട്ടിട്ട 10 × 0.6 ആയിരിക്കും ഇത് തിരിച്ച് പൊങ്ങുന്നത്, ബൗൺസ് ചെയ്ത് പൊങ്ങുന്നത്. ഓക്കെ, അപ്പൊ എത്രയായി? 6. മനസ്സിലായില്ലേ? 6 മീറ്റർ പൊങ്ങും. ഈ ചോദ്യം ഇതാണ്, 2 പ്രാവശ്യം ബൗൺസ് ചെയ്താൽ ഈ ബോൾ മൊത്തം എത്ര ട്രാവൽ ചെയ്തു? പിടികിട്ടിയോ? നമ്മൾ ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പതുക്കെ കേട്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ബോൾ 10 മീറ്റർ മുകളിൽ ഇടുന്നു, അത് താഴെ വന്ന് ഇടിച്ചു കഴിയുമ്പോൾ അതിന്റെ ബൗൺസ് റേറ്റ് 0.6 ആണ്. അതിനർത്ഥം താഴെ ഇടിച്ചു കഴിഞ്ഞാൽ അത് പൊങ്ങുന്നത് 6 മീറ്ററേ പൊങ്ങുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2 ബൗൺസ് കഴിയുമ്പോൾ അത് എത്രയായിരിക്കും ട്രാവൽ ചെയ്തിട്ടുള്ളത് മൊത്തം? ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചോദ്യമൊക്കെ ചിലപ്പോൾ 4, 5, 6 ലൈൻ വലുതായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അങ്ങനെ വരുമ്പോൾ ഒരു ഹിന്ദിയിൽ ഒരു പഴയ കഹാവത്തുണ്ട്, സേയിങ് ഉണ്ട്, എന്തോ കച്ചുവ കഥം ഖർഗോഷ് തേസ് എന്ന് വെച്ചാൽ ആമയെ പോലെ പതുക്കെ പോവാൻ മുയലിനെ പോലെ പെട്ടെന്ന് എത്താം. അപ്പൊ ഈ ചോദ്യം നിങ്ങൾ കാണുമ്പോൾ ആദ്യം ആമയെ പോലെ പതുക്കെ വായിക്കുക, പതുക്കെ വായിക്കുക, സമയമെടുത്ത് വായിക്കരുത്, ധൃതിപ്പെട്ട് വായിക്കരുത്, സ്കീം ചെയ്ത് വിടരുത്, പതുക്കെ ക്വസ്റ്റ്യൻ വായിക്കുക. പതുക്കെ വായിച്ചാൽ ഖർഗോഷിനെ പോലെ പെട്ടെന്ന് സോൾവ് ചെയ്യുക, അതാ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് എന്താ, 10 മീറ്റർ ട്രാവൽ ചെയ്തു, ഒരു ബൗൺസ് കഴിയുമ്പോഴത്തേക്കും മുകളിലോട്ട് 6 മീറ്റർ പോയി, അല്ലേ? മുകളിലോട്ട് 6 മീറ്റർ പോയി, പിന്നെ ആ 6 മീറ്റർ തിരിച്ചു വരണ്ടേ? അതിന് 6 മീറ്റർ തിരിച്ചു വരുന്നു. അപ്പോൾ എത്ര ട്രാവൽ ചെയ്തു? ഇപ്പോൾ 10 + 6 + 6, ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. 10 + 6 + 6 ആണ് നിങ്ങളുടെ ആൻസർ. മനസ്സിലായില്ലേ? ഇതാണ് ശരിക്കും പ്രോബ്ലം. പക്ഷെ ആ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും കിളി പോകും, ഒരു പേടിച്ചു പോകും. പക്ഷേ അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, ആഡ് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി നമ്മളെ പേടിപ്പിക്കാൻ നോക്കുമ്പോൾ ആ പേടി മാറ്റാനുള്ള സാധനമാണ് ആഡ് ഓൺ എന്ന് പറഞ്ഞു തരും. അതിന് പഠിക്കേണ്ട രീതി ഞാൻ പറഞ്ഞല്ലോ, ആ രീതിയിലോട്ട് മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, ഇതിൽ നമുക്ക് ഒരു എക്സാമ്പിൾ കവർ ചെയ്യാം, കാരണം ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് സിനാരിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇതൊരു എക്സാമ്പിൾസ് കുറച്ച് കൂടുതൽ കവർ ചെയ്യുന്നത് കേട്ടോ. ഒരു പ്രത്യേക ചോദ്യമാണ്. എങ്ങനെയാണ് വന്നത് ചോദ്യം? ഞാൻ ആദ്യം വായിച്ചപ്പോൾ ഒന്ന് ഞെട്ടി, പിള്ളേരുടെ അടുത്ത് എങ്ങനെ ഒന്ന് ഞെട്ടി. സംഭവം ഇതാണ്, ഒരു ഗ്രാമത്തിൽ 100 പേരുണ്ടായിരുന്നു, 100 പീപ്പിൾ ഉണ്ടായിരുന്നു. അത് പിന്നെ 5 വർഷം കഴിയുമ്പോൾ ആ ഗ്രാമത്തിൽ ഇന്ന ശതമാനം കൂടി, ഇത്ര പേര് കൂടി, എക്സ് എമൗണ്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഓവർ ദി ഇയർ ഈ 100-ൽ നിന്നും എക്സിലോട്ട് ഒരു 5 വർഷം ഉണ്ടെന്ന് വെക്കുക. ഓവർ ദി ഇയർ എത്ര ശതമാനം വെച്ചാണ് കൂടിയതെന്ന് ചോദിക്കുന്നു. മനസ്സിലായില്ലേ? ഇത്രയും നമ്മുടെ മുമ്പിൽ ഡേറ്റ ഉള്ളൂ. ഇതിൽ പറയാൻ അൽഗോരിതം എഴുതാൻ പറയുക. നമ്മളൊരു കാര്യം ആലോചിക്കണം, അൽഗോരിതം എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും കുറേ പേർക്കെങ്കിലും. നമ്മൾ പ്ലെയിൻ ഇംഗ്ലീഷിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി പോകുന്നേ ഉള്ളൂ. ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് പിടികിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ഇംഗ്ലീഷ് നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ 1 ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യം എഴുതിയാൽ മതി. എങ്ങനെ? 100 പേരുണ്ടായിരുന്നു, 5 വർഷം കഴിയുമ്പോൾ 150 നമുക്ക് അസ്യൂം ചെയ്യാം. ഇവിടെ ഗുണം അതാണ്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നമുക്ക് അസ്യൂം ചെയ്യാം. 150 പേരുണ്ടെന്ന് അസ്യൂം ചെയ്യാം. 5 വർഷം ടൈം, 5 ഇയേഴ്സ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഓരോ വർഷം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്തതെന്ന്. അപ്പോൾ ഓരോ വർഷവും 10 പേര് വെച്ച് കൂടി. 100ന്റെ 10 എത്ര ശതമാനമാണ്? 10%. അപ്പോൾ ഓരോ വർഷവും 10% വെച്ച് കൂടി. ഇത്രയേ ഉള്ളൂ, പ്രോബ്ലം തീർന്നു. ഇത് പക്ഷെ ക്വസ്റ്റ്യൻ ആദ്യം കാണുമ്പോൾ കുട്ടികൾ ഞെട്ടിപ്പോ, ഈശ്വര 5 വർഷത്തിൽ എത്ര ശതമാനം കൂടി എങ്ങനെ എന്ന് ചിന്തിച്ചു പോകും ആദ്യമായിട്ട് കാണുന്നവർ. ഈ രീതിയിലൊന്ന് ചിന്തിച്ചാൽ ഇനി സ്റ്റെപ്പ് എഴുതിയാൽ പോരെ. സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റാർട്ടിങ്ങിൽ 100 പേര്. സ്റ്റെപ്പ് 2 എന്താണ്? 1 വർഷം കഴിഞ്ഞപ്പോൾ എത്ര കൂടി. സ്റ്റെപ്പ് 3 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 150 ആയി. അപ്പോൾ സ്റ്റെപ്പ് 4 എത്ര? 10%. ഇത്ര. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഈ രീതിയിൽ വേണം നമ്മൾ ഈ വക ചോദ്യങ്ങളെ ഒന്ന് സ്കിം ചെയ്യാൻ. ഇതെല്ലാം ശരിക്കും ഒരു ആപ്റ്റിറ്റ്യൂഡ് സ്കിൽ ഡെവലപ്മെന്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് സ്കിൽ ഡെവലപ്മെന്റ് ഇപ്പൊ തുടങ്ങും. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാമിന് കുട്ടികൾക്ക് നമ്മൾ ഓരോ കുട്ടികളുടെ ഇപ്പം നമ്മളൊരു ശരിക്കും നമ്മുടെ ഒരു കുട്ടികളുടെ തന്നെ ഒരു ഫീഡ്ബാക്ക് അല്ല, കുട്ടികളുടെ ഒരു അവരുടെ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്ര റാങ്ക് കിട്ടി, എത്ര അവർ എന്തുമാത്രം പഠിച്ചു, എത്ര മാർക്ക് കിട്ടി, മാത്സിന് എത്ര മാർക്ക് കിട്ടി, അങ്ങനെ ഒരു നിങ്ങളുടെ ഒരു ഇൻപുട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം പലരുടെ IQ എല്ലാം ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ച് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഒരു IQ കൂടിയ ഒരാൾക്ക് ഇതിൻ്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് വേണ്ട. പക്ഷേ ആ IQ കുറഞ്ഞ ആള്, അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവർക്കും എല്ലാ ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് എന്നുള്ള കാര്യമല്ല. ഇത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് വേണ്ട. പക്ഷേ ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് ഇപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞാൽ ISRO G ലെവൽ സയൻറ്റിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് തുടങ്ങി. എല്ലാവരെയും പിടിച്ചിട്ട് എല്ലാവരെയും സമയം കളയില്ലല്ലോ. ഇപ്പം വന്നേക്കുന്ന പല ആൾക്കാരും ഹൈ ലെവൽ ആൾക്കാരുണ്ട്, ലോ ലെവൽ ആൾക്കാരും ഉണ്ട്. പക്ഷെ ആരും പേടിക്കേണ്ട, ഇവർക്ക് നമ്മൾ എന്ത് കൊടുക്കുകയില്ല, ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് കൊടുക്കില്ല. പക്ഷെ നമ്മൾ ട്രെയിനിങ്, സ്പെഷ്യൽ ട്രെയിനിങ് തന്ന് നിങ്ങളെയും ഇവിടെ എത്തിക്കും. എന്നിട്ടായിരിക്കും എക്സാമിനേഷന് വിടുന്നത്. ഓക്കെ.
അപ്പോൾ മോഡ്യൂൾ 2 അതാണ് ഒന്നും കൂടി എടുത്ത് പറയുന്നു. ആൽഗോരിതം, ഫ്ലോ ചാർട്ട്, സൂഡോ കോഡിന് എല്ലാത്തിനും സെയിം സൊല്യൂഷൻ ആണ്. തിങ്കിങ് മാത്രം നമ്മൾ പഠിച്ചെടുത്താൽ മതി. ക്വസ്റ്റ്യൻ കാണുമ്പോൾ അപ്രോച്ച് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ആൽഗോരിതം എഴുതാമെങ്കിൽ അതേപോലെ ഫ്ലോ ചാർട്ടും വരയ്ക്കാം, അതേപോലെ സൂഡോ കോഡും വരയ്ക്കാം. അപ്പോൾ ചിലപ്പോൾ മോഡൽ ക്വസ്റ്റിന് സൂഡോ കോഡാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ തന്നെ ഫ്ലോ ചാർട്ട് ആയിരിക്കും മെയിൻ എക്സാമിന് വരുന്നത്, യൂണിവേഴ്സിറ്റിക്ക് വരുന്നത്. ആ രീതിയിലായിരിക്കും മാറുന്നത്. നമുക്ക് മോഡ്യൂൾ 3 പോവാം. മോഡ്യൂൾ 3 ഇതേ വന്ന പോലെ 4 ടോപ്പിക്കാണുള്ളത്. സെലക്ഷൻ ആൻഡ് ലൂപ്പിംഗ് എന്നൊരു ടോപ്പിക് ഉണ്ട്. അറേസ് ആൻഡ് സീക്വൻസ് ഡേറ്റ ടൈപ്സ് എന്നൊരു ടോപ്പിക് ഉണ്ട്. മോഡുലറൈസേഷൻ ആൻഡ് ഡീകമ്പോസിഷൻ, റിക്കർഷൻ. ഇവിടെ ഞാൻ 2 ടോപ്പിക്കിൽ ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? കാരണം ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്ന് എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് കേട്ടോ. നമ്മൾ നാളെ ഒരു ആപ്പ് ഉണ്ടാക്കാൻ പോകും, നാളെ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു AI എഞ്ചിനീയർ ആയിട്ട്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആയിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു റിക്കർഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് വളരെ വളരെ ബേസിക് ആണ്. നിങ്ങൾ ഗൂഗിൾ പോലത്തെ ഒരു കമ്പനിയിൽ, ഒരു ഫേസ്ബുക്ക്, മെറ്റ പോലത്തെ ഒരു കമ്പനിയിൽ കയറണമെങ്കിൽ റിക്കർഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കി പറ്റും. അതൊരു ബേസിക് ഫണ്ടമെന്റൽ തിങ് ആണ്. നിങ്ങൾക്ക് അറിയാമെന്ന് കുറേ പേരെങ്കിലും ഫേസ്ബുക്കിൽ അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് കുറേ പേരും അസ്യൂം ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിക്കർഷൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ പിന്നെയും കണ്ടുവന്നൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ റിക്കർഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിരിക്കും. എന്തൊക്കെ ചെയ്താലും വന്നിരിക്കും. മനസ്സിലായി? അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ റിക്കർഷൻ എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, അതേപോലെ തന്നെയാണ് അറേ കുറേ പേർക്കെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അറിയായിരിക്കും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. പ്രോഗ്രാമിംഗ്, റിയൽ ലൈഫ് പ്രോഗ്രാമിംഗ്, നമ്മൾ ആപ്പ് ഉണ്ടാക്കാൻ പോകുന്നതിൽ സെയിം എക്സാമ്പിൾ ആയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോകുകയാണെങ്കിലും അറേ ആൻഡ് സീക്വൻസ് ഡേറ്റ ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാതെ നമുക്ക് ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല. നിങ്ങൾ ഇപ്പോഴേ 4 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ചിന്തിച്ച് തുടങ്ങണം കേട്ടോ. അതിനാണ് ഈ ഒരു ഇമ്പോർട്ടൻസ് മാർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു സിമിലാരിറ്റി ഞാൻ കണ്ടു KTUവിൻ്റെ ഇതിൽ നിന്നും, ഇൻഡസ്ട്രിയിൽ നിന്നും ഇതിന് ഹൈലൈറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. കാരണം അത് കുട്ടികൾക്ക് നല്ല ഉപയോഗപ്പെടും. റിക്കർഷനും അറേയൊക്കെ കുറച്ച് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ വളരെ ഉപയോഗപ്പെടും. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതിലോട്ട് വരാം. പാർട്ട് എയിൽ ഈ 4ൽ നിന്നും 3ൽ നിന്നും, 4 ഏതാണ്? റിക്കർഷൻ. 4ൽ നിന്നും 3ൽ നിന്നും പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പാർട്ട് ബിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ 3ൽ നിന്നും 4ൽ നിന്നും ഒരു നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, ഓർ പിന്നെ 2ൽ നിന്ന് മാത്രം 2 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാം ഓപ്ഷൻസിൽ. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ബിയിലോട്ട് 2ാമത്തെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അറേ ചെയ്തേ പറ്റൂ എന്ന് KTU പറയുന്ന പോലെയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ അറേ ചെയ്തേ പറ്റൂ, അത് ചെയ്താൽ മുമ്പോട്ട് പോകണ്ട. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫ്യൂച്ചർ ലൈഫിൽ പൈത്തൺ ഇപ്പോൾ കൊണ്ടുവരാനൊരു കാരണമുണ്ട്. AI ബൂം നടക്കുകയല്ലേ, AI ടൂൾസുകൾ ഇങ്ങനെ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. നാളെ നിങ്ങളൊരു എംപ്ലോയബിൾ കാൻഡിഡേറ്റ് ആയിട്ട് പോകണമെങ്കിൽ പൈത്തൺ എന്നൊരു സാധനം ഫണ്ടമെന്റൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പോൾ മോഡ്യൂൾ 3 ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും കേട്ടോ. അവിടെ സ്ട്രെസ് കൊടുക്കേണ്ട 2 ടോപ്പിക് ഏതൊക്കെയാണ്? അറേസ് ആൻഡ് സീക്വൻസ് ഡേറ്റ ടൈപ്സും റിക്കർഷനും. റിക്കർഷൻ ഒരിക്കലും മറക്കരുത്. സ്വപ്നത്തിൽ പോയി വാക്ക് പറയണം, റിക്കർഷൻ പഠിച്ചേ പറ്റൂ. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞ് മോഡ്യൂൾ 4 പോവാം. മോഡ്യൂൾ 4 കുറെ കൂടെ തിയറി ഓറിയന്റഡ് ആണ്. നമുക്കത് പ്രോബ്ലമാറ്റിക് ആപ്ലിക്കേഷൻസ് കുറവാണ്. ആക്ച്വൽ പൈത്തൺ ആപ്ലിക്കേഷൻ കുറവാണ്. നമുക്ക് പറഞ്ഞു പോവാം. 5 ടോപ്പിക്കാണുള്ളത്. ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച്, ഡിവൈഡ് ആൻഡ് കോങ്കർ, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഗ്രീഡി അൽഗോരിതം, റാൻഡമൈസ്ഡ് അപ്രോച്ച്. ഇനി ഒരു കാര്യം പറയാം. ഗൂഗിൾ പോലുള്ള കമ്പനികളുണ്ടല്ലോ, ഇവർ സെലക്ട് ചെയ്യുന്നത് ചുമ്മാ റെസ്യൂമെ വെച്ച് സെലക്ട് ചെയ്ത് കോൾ ചെയ്ത് ഇന്റർവ്യൂ എടുത്തിട്ടല്ല. ഓൺലൈൻ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ലീഡ് കോഡ് പോലത്തെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അവിടെയൊക്കെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തും അവിടുത്തെ കുട്ടികളുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കോമ്പറ്റീഷൻ പൂൾ കൂടുതലാണ്. കേരളത്തിൽ മാത്രമോ ഇന്ത്യ മാത്രമോ അല്ല, ലോകത്തുള്ള എല്ലാ പിള്ളേരും അവിടെ കയറി കളിക്കും. അപ്പം നമുക്ക് അവിടെ എഡ്ജ് വേണമെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്കുകളാണ് ഹൈലൈറ്റ്. ഇപ്പോഴും നിങ്ങൾ ലീഡ് കോഡിൽ ഇപ്പോൾ വേണമെങ്കിൽ പോയി നോക്കിക്കോ. ലീഡ് കോഡിൽ ഗൂഗിളിൻ്റെ ചോദ്യങ്ങളിൽ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൻ്റെ 5 ചോദ്യങ്ങൾ മിനിമം കാണും. പക്ഷെ ഫസ്റ്റ് ഇയറിൽ ഇവർക്ക് അത്ര ലെവലിലൊന്നും പഠിക്കില്ല. ഇല്ല. അതാണ് പറഞ്ഞത്, ഫസ്റ്റ് ഇയറിലെ ഒരു ഫണ്ടമെന്റൽ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. അതാണ് ഉദ്ദേശിച്ചത്. ഇതിൽ പ്രോബ്ലമാറ്റിക് ലെവൽ ഇല്ല, തിയറിയേ ഉള്ളൂ എന്ന്. ഗൂഗിളിന്റെ ഒരു 5 ചോദ്യം ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആണ്. മനസ്സിലായില്ലേ? അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഫ്യൂച്ചറിൽ. ഒരു റിയൽ എഞ്ചിനീയറിന്, ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ പാർട്ട് എയിൽ 1, 2, 3ൽ നിന്ന് നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ബ്രൂട്ട് ഫോഴ്സ്, ഡിവൈഡ് ആൻഡ് കോൺകർ, DP, ഡൈനാമിക് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ DP എന്നും പറയും. ഇതിൽ DPക്ക് നിങ്ങൾ നല്ല സ്ട്രെസ് കൊടുക്കണം കേട്ടോ. DP ഇപ്പോഴും പിള്ളേർക്ക് അറിയുന്ന ഒരു DP കാണത്തുള്ളൂ. ഏത് DP? എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, 5 years ആയിട്ട് വർക്ക് ചെയ്യുന്ന HSBCയിൽ എഞ്ചിനീയറാണ്. പുള്ളി പോലും പറയുന്നത് ഇപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് DP എന്ന്. ഫണ്ടമെന്റലി മനസ്സിലാക്കാത്തോണ്ടാ. എഞ്ചിനീയറിംഗ് സമയത്ത് അവരത് മനസ്സിലാക്കാതെ ജോലിക്ക് ഇങ്ങ് കയറി ചാടി, പിന്നെ കിടന്ന് കഷ്ടപ്പെടും. അപ്പൊ അവരത് ആ ലെവലിൽ ബേസിക് പോയി ക്ലിയർ, കുഴപ്പമില്ല. പാർട്ട് B എത്തിക്കഴിഞ്ഞാൽ അവിടെ വരുന്നത് 4, 3, 4 ഗ്രീഡി അൽഗോരിതം, DP കണ്ടോ വന്നു. അവിടെ 4, 3 ഇമ്പോർട്ടൻ്റ് ആണ്. ചോയ്സ് വരും 4ൽ നിന്നും 3ൽ നിന്നും, ഗ്രീഡി അൽഗോരിതത്തിൽ നിന്നും ഡൈനാമിക് പ്രോഗ്രാമിൽ നിന്നും ചോയ്സ് വരും. ഇത് എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നറിയാമോ?
point out the main differences between DP and greedy algorithm with an example. വെറും തിയറി വിത്ത് an example. ഒരു അൽഗോരിതമിക് എക്സാമ്പിളും കൂടെ കൊടുത്തിട്ട് ചെയ്യാൻ പറയും. പിന്നെ വരുന്നത് 5-ൽ നിന്നും 2-ൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് ഓപ്ഷൻ എങ്ങനെയെന്ന് വെച്ചാൽ 5-ൽ റാൻഡമൈസ്ഡ് അപ്രോച്ച്, 2-ൽ ഡിവൈഡ് ആൻഡ് കോൺകർ. ഡിവൈഡ് ആൻഡ് കോൺകറും ഡീസെന്റ്ലി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ വക ചോദ്യങ്ങൾ എന്തായാലും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് വന്നിരിക്കും, ഈ ഫോർമാറ്റിൽ തന്നെ വന്നിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ? ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 1, 2, 3-ൽ നിന്ന് നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ എക്സ്പെക്ട് ചെയ്യാം. മോഡ്യൂൾ 4-ൽ നിന്ന് പാർട്ട് ബിയിൽ 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് 4 and 3 ഏതൊക്കെ? ഗ്രീഡി ആൻഡ് DP. അത് കഴിഞ്ഞാൽ 5 and 2 റാൻഡമൈസ്ഡ് ആൻഡ് ഡിവൈഡ് ആൻഡ് കോൺകർ. ഈ രീതിയിലായിരിക്കും നമ്മൾ എക്സാമിന് വേണ്ടി യൂണിവേഴ്സിറ്റി പേപ്പർ ടാക്കിൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഇതാണ് പൈത്തണിന്റെ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് പറഞ്ഞ ക്ലാസ് റെക്കോർഡ് ചെയ്ത് വെച്ചോ, ഇതുപോലെ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ ഇതേ രീതിയിൽ പഠിക്കുക, ആഡ് ഓൺ ക്ലാസ്സുകളിൽ കാണുക. 2 ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ടൊരു ബിടെക്കിന് KTU ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ രണ്ടാമതൊരു ടൈപ്പ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ കണ്ട കിളി പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ രീതിയിൽ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ KTUവിൻ്റെ തന്നെ പെർസെൻറ്റേജ് കുറയുന്നതുകൊണ്ട് അവർ ചിലപ്പം താഴത്തെ രീതിയിലേക്ക് വരാം. പിന്നെ KTUവിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ളൂ, കാരണം അത്യാവശ്യം ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ആളാണ് എഞ്ചിനീയറിംഗ് പഠിക്കേണ്ടതാണ്, അവനാണ് മുന്നോട്ട് പോകേണ്ടതും. ഇനി ആപ്റ്റിറ്റ്യൂഡ് ഇല്ല എന്നുള്ളവർ എന്ത് ചെയ്യണം? ആപ്റ്റിറ്റ്യൂഡ് അപ്സ്കിൽ ചെയ്യണം. പണ്ടത്തെ കൂടെ കാണാതെ പഠിച്ച് പോകുന്നവൻ ഒരിക്കലും ഈ പറയുന്ന സത്യം പറഞ്ഞ എഞ്ചിനീയറിംഗിന്റെ എംപവർമെന്റ് എംസിഗ്മയുടെ മാത്രം ഉദ്ദേശമല്ല, നമ്മളെക്കാൾ എത്രയോ വലിയ വലിയ ആൾക്കാരാണ് KTU എന്ന് പറയുന്നത്. അവർക്കും ഉണ്ട്. ഈ KTU ആക്കിയതിന് ശേഷം എഞ്ചിനീയറിംഗ് കോളേജുകളും എഞ്ചിനീയറിംഗ് സീറ്റുകളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ എഞ്ചിനീയറിംഗിനെ എന്താണ് അപ്സ്കിൽ ചെയ്യേണ്ടത്? KTUവിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ അവർ കണ്ടെത്തിയ മാർഗമാണ്. ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്തവരാണ് ഈ പറയുന്നത് എങ്ങനെയാലും കാണാ പഠിച്ച് പോയിട്ട് അവസാനം എന്താണെന്ന് വെച്ചാൽ എംപ്ലോയബിലിറ്റി, അവർക്ക് ജോലി. ആൾക്കാർ എന്ത് പറയും? ഓ, ഞാൻ കേരളത്തിലാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്, എനിക്ക് ജോലിയില്ല എന്ന്. അവൻ പഠിച്ച രീതി തെറ്റായതുകൊണ്ടാണ്. ഒരു രീതിയിൽ KTUവിൻ്റെ അപ്രോച്ചിനോട് വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 0 to Infinity ബാച്ചിൽ നമ്മൾ ബിടെക് പഠനം കൂടാതെ ഒരുപാട് ഈ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് അപ്സ്കില്ലിംഗ് ഒക്കെ വേണമെന്ന് പറഞ്ഞില്ലേ. സത്യത്തിൽ ഇത്രയും നാളും മാൻഡേറ്ററി അല്ല. KTUവിൻ്റെ ഈ സ്കീമിൽ ഞങ്ങൾ സന്തോഷമാണ്. കാരണം അവരെന്തുകൊണ്ടാണ് പറയുന്നത് കേട്ടെ, ചുമ്മാ കാണാൻ പഠിച്ചൊടുത്തിനും പോകണ്ട, ആപ്റ്റിറ്റ്യൂഡ് ചെയ്തിട്ട് നീ പോയാൽ മതി എന്നുള്ള KTUവിൻ്റെ തീരുമാനത്തോട് വളരെ സന്തോഷം തോന്നുന്നു. KTU നല്ല ബുദ്ധിപരമായ ഒരു തീരുമാനം എടുത്തേക്കുന്നത്. എല്ലാ ബ്രാഞ്ചുകാർക്കും പൈത്തൺ ഉൾപ്പെടുത്തി. പക്ഷെ അതിൽ ഞങ്ങളൊന്ന് ഹാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എന്താണ് പറയുന്നത്, മതിലെ ചെന്നപ്പോഴത്തേനാണ് മനസ്സിലായത് KTUവിൽ നല്ല തലയുള്ളവനാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. കാരണം ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്നവൻ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ ഈ മതിലിയാട്ടത്തിൽ മനസ്സിലായ ഒരു കാര്യമുണ്ട്, KTUവിൽ കുറച്ച് വിവരമുള്ള ആളാണ് ഈ പറഞ്ഞ സിലബസ് സ്കീം ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.